എല്ലാവർക്കും വണക്കം. നമ്മുടെ സലാറിൻ്റെ റിവ്യൂ നല്ല രീതിയിൽ എല്ലാവരും കാണുന്നുണ്ട്. അതിന് എല്ലാവർക്കും ഒരു നന്ദിട്ടാ, വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ നമ്മുടെ നിവിൻ പോളിയുടെ പുതിയ പടത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സെറ്റപ്പ് ടൈറ്റിലാണ്. മലയാളി ഫ്രം ഇന്ത്യ. ആരായിരുന്നു? ഡിജോ ജോസ് ആൻ്റണീസിൻ്റെ മൂന്നാമത്തെ പടമാണ്. ഡിജോ ജോസ് ആൻ്റണി, ക്യൂൻ, ജനഗണമന. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ രണ്ട് പടങ്ങൾ. രണ്ടും നല്ല പടങ്ങളായിരുന്നു, തിരക്കേടില്ല. ക്യൂൻ ഒരു കോമഡി സെറ്റപ്പ്, ജനഗണമന വളരെ സീരിയസ് ആയിട്ട് വളരെ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഈ സിനിമ അവർ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഒരു പ്രോമോ പോലെയാണെന്നാണ്. എനിക്കൊരു 5 to 7 minutes ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത്. ആ വീഡിയോയെ കുറിച്ചിട്ട് പറയാം. വീഡിയോയിൽ ആദ്യം ഇങ്ങനെയാണ്. ഡിജോ ജോസിന് ലിസ്റ്റൺ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസ് ലിസ്റ്റൺ സ്റ്റീഫൻ്റെ ഫോൺ വരുന്നു. പുള്ളി ഒരു ജിമ്മിൽ വെയിറ്റ് ചെയ്യാണ്, നീവിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ലിസ്റ്റനോട് പറയാണ് ഞാൻ വെയിറ്റ് ചെയ്യാണ്, കണ്ടിട്ട് വിളിക്കാൻ ലിസ്റ്റൻ പറയുന്നു. ഓക്കെ. അപ്പോൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നിവിൻ പുഷപ്പ് എടുക്കുന്ന പോലെയാണ്, വർക്കൗട്ട് എന്ന് എഴുതി കാണിച്ചിട്ട് പുഷപ്പ് എടുക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ നിവിനല്ല, ട്രെയിനറായിരുന്നു അവിടെ പുഷപ്പ് എടുക്കുന്നത്. നിവിൻ അപ്പുറത്തിരുന്ന് ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ട്രെയിനറാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡിജോ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പോകുന്നു. അത് വളരെ കോമഡിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് വേണ്ടത്. അപ്പോൾ കഥയിൽ നിവിൻ പറയാണ് ഓക്കെ, അപ്പോൾ നമുക്ക് കോർട്ട് റൂം ഡ്രാമയാണെന്ന് വിചാരിച്ചിട്ടാണ് ജനഗണമന പോലെ കോർട്ട് റൂം ഡ്രാമയാണ്, എവിടെയാണ് സെറ്റ് ഇടുന്ന ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതല്ല, വേറെ പൊളി സാധനമാണെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു. കാരണം എന്തായിരുന്നു, അങ്ങനെ എന്തോ ഒരു പേരാണ് തോന്നുന്നത്, ഞാൻ വിട്ടുപോയിട്ടോ. ആൽപ്പറമ്പിൽ ബിനുവോ ജിമ്മിയോ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് പുള്ളിയോട് പറയുന്നത്. അത് നിവിനോട് പറയുന്നത് ഗംഭീര സംഭവമാണെന്ന്. പക്ഷേ സ്ക്രീനിൽ വരുമ്പോൾ അത് എന്താ പറയുക, ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് വരുന്നത്. വരിക്കാശ്ശേരി മനയാണ് സെറ്റ് കാണുന്നതെന്ന് പറയുമ്പോൾ വളരെ ശോഷിച്ച ഒരു വീടൊക്കെയാണ് കാണിക്കുന്നത്. ഒരു അടിപൊളി കുലസ്ത്രീ പോലെയുള്ള ഒരു പെങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ഉടായ്പായിട്ടുള്ള ഒരു പെങ്ങളെ കാണിക്കുന്നു. സ്നേഹസമ്പന്നയായ അമ്മ, മഞ്ജു ചേച്ചിയാണ് ആ ക്യാരക്ടർ ചെയ്യണേ. മഞ്ജു ചേച്ചിനെ കാണിക്കുമ്പോൾ ഭയങ്കര തെറി വിളിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പൊളിയായിരിക്കില്ല. അപ്പോൾ ധ്യാനം ആണെന്നുള്ളത് നിവിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നില്ല, നിങ്ങൾ രണ്ടുപേരും നിന്ന് കഴിഞ്ഞാൽ സ്ക്രീനിൽ അറിയും. കാരണം എന്താ, തടിയും കാരണങ്ങളൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ധ്യാനിനെ കുറിച്ചിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, വളരെ എന്താ പറയുക, ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റണം കേട്ടോ, പടത്തിൽ കാണാൻ പറ്റും. നിവിൻ എല്ലാത്തിനും കൂടി ഓക്കെ പറയാണ്. അപ്പോൾ ലാസ്റ്റ് ലൈൻ വരിക നിവിനോട്, ഡിജോ പോകുന്ന വഴിക്ക് ഇപ്പോൾ ചോദിക്കുകയാണ്, അല്ല മച്ചാനെ ഇതിനകത്ത് അതിന് മുമ്പ് ഡിജോ ലിസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം ഓക്കെയാണ്, സെറ്റാണ്, നിവിൻ ഇന്നാണ്, അതാണ്, നിവിൻ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നിവിൻ്റെ ഫീമെയിൽ ഇൻട്രസ്റ്റ് അങ്ങനെയാണല്ലോ, ലവ് ഇൻട്രസ്റ്റ് അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പ്രയോഗം. അനശ്വര ചെറിയ കുട്ടികൾ. അനശ്വര തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, എന്താ പറയണേ, മുതുക്കനായാലും നിങ്ങൾക്ക് എനിക്ക് കല്യാണ പ്രായമൊന്നും ആയിട്ടില്ല, എനിക്ക് എൻ്റെ പിന്നാലെ നടക്കാൻ നാണില്ല എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട്. കംപ്ലീറ്റ്ലി കോമഡി ടച്ചിൽ അത് വർക്കൗട്ട് ചെയ്യുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ലൈനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കാരണം ഡിജോ ജോസിനും അതേപോലെ തന്നെ ഡിജോ ആൻ്റണിക്കും അവർ ആ സെറ്റിന് ഒരു വ്യക്തമായ രാഷ്ട്രീയം അവർക്കുണ്ട്. ഇതിലും അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാൻ അവർ മറന്നിട്ടില്ല. നിവിന് ചോദിക്കുകയാണ്, അല്ല മലയാളി ഫ്രം ഇന്ത്യ ആണോ ഭാരതാണോ, അതൊരു പ്രശ്നമില്ലേ? അപ്പോൾ ഡിജോ പറയാണ്, രണ്ടും സെയിം അല്ലേ ബ്രോ, എന്നാലും നമുക്ക് ഇന്ത്യ മതിയെന്ന്. എനിവേ, നിവിനെ കൊണ്ടുള്ള ഒരു അടിപൊളി ഈ കോമഡി എൻ്റർടൈൻമെൻറ്റ് പടം പോലെയാണ് നമുക്ക് തോന്നിക്കുന്നത്. ഒരു പ്രോമിസിങ് പ്രോമോ അല്ലെങ്കിൽ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി എല്ലാം ഇവരുടെ കയ്യിലാണ്, ഇവരെങ്ങനെ പടം കംപ്ലീറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും എന്നുള്ളത്. എനിവേ, നമുക്ക് കാത്തിരുന്ന് കാണാം നിവിൻ പോളിയുടെ പുതിയ ചിത്രം എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. പിന്നെ വൺസ് അഗെയിൻ നന്ദി കേട്ടോ നമ്മുടെ പഴയ സലാറിനെ. ഓക്കെ.